ഇത് നമ്മുടെ പൊന്നുവാവേന്റെ പരിപാടിയാണ് ഗൈസ്. ഇതാണ് പൊന്നുവാവ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവൂല, മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ആള് സെറ്റ് ആവും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് പൊന്നുവാവേന്റെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാം. നമ്മൾ എടുത്തു പറയുന്നു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് പൊന്നുവാവ ഇന്ന് ഡാൻസ് കളിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ജസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് വാവയ്ക്ക് സുഖമില്ല ഗൈസ്, പനിയായിരുന്നു പാവം കുട്ടിക്ക്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഒഫീഷ്യൽ മേക്കപ്പ് മാൻ ആയിട്ടുള്ള ഭയങ്കര തിരക്ക്, മുഖം ഒന്നും കാണിക്കുന്നില്ല. ഒഫീഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് നന്ദന TV. താങ്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഫാൻ ഓഫ് ആക്കിയിട്ട് ചോദിച്ചാൽ പ്രശ്നമുണ്ടോ? ലെറ്റ് മീ ഗെറ്റ് ബാക്ക്. നന്ദന TV, താങ്കളോടുള്ള ചോദ്യമാണ്. നമ്മളുടെ മേക്കപ്പ് ഇല്ലേ, ഭരതനാട്യത്തിന്റെ അല്ല ക്ലാസിക്കൽ മേക്കപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അല്ല, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? മേക്കപ്പ് ചെയ്യാണ്ട് പിന്നെ എങ്ങനെയാ എന്തിനാ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് നീ പറയുന്നത്? എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ. അത് തന്നെ, അതാണ് ഗൈസ് കാര്യം. ഇപ്പം കുറച്ച് ഇതായിട്ട് പറയണോ? നോളജ്ലി സ്പീക്കിംഗ് വേണോ? ഞാൻ അപ്പുറത്തേക്ക് ഇവളുടെ കൈ പറ. അയ്യോ, ഇവിടെ ഇവളുടെ കൈ. വിഭൂഷണമായിട്ട് പറയാനാണെങ്കിൽ പണ്ടുള്ള ആളുകള് ഇത് ഒരാള് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ദൂരെയുള്ള ആളുകൾക്ക് നമ്മുടെ ഫീച്ചേഴ്സ് കാണാനും നമ്മുടെ അഭിനയങ്ങൾ വിസിബിൾ ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര ഓവറായിട്ട് വെളുപ്പിക്കാനാണ്. അതല്ലല്ലോ സംഭവം. അങ്ങനെയല്ല, വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഭംഗി കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നമ്മുടെ ഫീച്ചേഴ്സും എല്ലാം എടുത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ. താഴെ ഓഡിയൻസ് സ്റ്റേജ് പല രീതിയിലാണ്. അപ്പോൾ ദൂരെയുള്ള ആളുകളിലേക്കൊക്കെ നമ്മുടെ എക്സ്പ്രഷൻസ്, കണ്ണ്, ചുണ്ട്, മൂക്ക പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ്. അപ്പോഴേ നമുക്ക് അഭിനയം, അതെ, നമ്മുടെ അഭിനയം കുറച്ചും കൂടി നമ്മളിപ്പോ പ്ലെയിനായിട്ട് വെറുതെ നിന്ന് മേക്കപ്പ് നമ്മൾ അഭിനയിക്കുന്നതിലും സൂപ്പറായിട്ട് ആൾക്കാർക്ക് കിട്ടാൻ എസ്തെറ്റിക് വൈബ് ആളുകളിലേക്ക് എത്തും അല്ലേ? ബിക്കോസ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന സാധനം ആൾക്കാർക്ക് കറക്റ്റ് അത് കിട്ടും. നമ്മളിപ്പോ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് നോർമലി ചെയ്യുമ്പോ അത്ര കിട്ടില്ല. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ നന്ദന TV ആൻഡ് ഭാഗ്യലക്ഷ്മി. ഇവിടെ വരെയായി. ഗുഡ് ഗോയിങ് നന്ദന TV, ഗുഡ് ഗോയിങ്. പ്രോഗ്രാം കാണാൻ നമ്മൾ രണ്ടുപേരും റെഡിയായി ഗൈസ്. പൊന്നൂന്റെ പ്രോഗ്രാം കാണാനാണോ അവിടുത്തെ ചെക്കന്മാരെ കാണാനാണോ? ഇന്നേ വരെ മുഖം കഴുകിട്ട് ഞാനൊരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. അല്ല, പൊന്നൂന്റെ പ്രോഗ്രാം കാണാനാണോ അവിടുത്തെ ചെക്കന്മാരെ കാണാനാണോ നീ പറഞ്ഞത്? പൊന്നൂന്റെ പ്രോഗ്രാം കാണാൻ. പൊന്നൂന് കുടിക്കാൻ കഞ്ഞി റെഡിയാക്കുന്ന പാറും എല്ലാം കുറച്ച് കുക്കർ തുറന്നതാ. ഞാൻ വിചാരിച്ചിട്ടിലൊക്കെ പോയിട്ട് നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. സാരല്ല പറ, അറിയണ്ടോ? സാരല്ലേ? ഇതിന്റെ പേരില് കല്യാണം മുടങ്ങുന്ന പേടിച്ചു. കുക്കർ തുറക്കാൻ അറിയാത്ത അതൊന്നും ചോദിക്കാനടി. ഇതെന്തിനാ നാരങ്ങ? പൊന്നൂന് കഞ്ഞി കുടിക്കാൻ. പൊന്നുവാണ് ഇന്ന് ഈ വീട്ടിലെ സെലിബ്രിറ്റി. എന്താണ് നാമി കാണുന്നത്? വിധം അച്ചാറാണ് ഇവിടെ ഉള്ളത്. 3 വിധമുണ്ട്. 3 വിധമുണ്ട്. മാങ്ങ വേണോ? മാങ്ങ അച്ചാറിന് വേണോ? മാങ്ങയല്ലേ കിടക്കുന്നേ? അത് മാങ്ങ. ഇപ്പൊ എടുത്തെന്താ? ഇത് നാരങ്ങ. സുന്ദരി is in the house. അയ്യങ്കാരന്റെ വീട്ടിലെ അഴകി. ഒരുപാട് കഷ്ടപ്പെട്ട് 1 മണിക്കൊക്കെ എന്റെ കഞ്ഞി കണ്ടോ പാറു വീട്ടിൽ പോയിട്ട് ഉറങ്ങാട്ടോ. ആദ്യം കുക്കർ പൊട്ടിച്ച്, ആദ്യം കുക്കർ പോയി പൊട്ടിച്ച്, ഇപ്പൊ രണ്ടാമത് തല കൊണ്ടുവച്ചിരുന്നു. ഓൾക്ക് എന്തോ തലയൊന്നും ഇതെല്ലാം ചെയ്യുന്ന അനുചേട്ടനോട് നിനക്ക് എന്താ പറയാനുള്ളത്? പാറുനെ അനുചേട്ടനാ വീട് അവള് മിക്കാറും വീടിനൊന്നും പറ്റത്തില്ല. ഇവള് എന്റെ വീട്ടിലെ ഓരോ ഭാഗം കറക്റ്റ് 12 മണിക്കൂർ ഉറക്കം കിട്ടിയ. പക്ഷെ പാറു അടിപൊളിയാ. സത്യത്തിൽ എനിക്ക് വയ്യ, ദേഹമൊക്കെ തളരുന്നു. അതിനാണ് കഞ്ഞി കുടിക്കും. കാണിക്കാം.
സുന്ദരി തന്നെ. ഞാൻ എപ്പോഴും സുന്ദരിയല്ലേ? അല്ല നേരത്തെ സുന്ദരി, ഇപ്പൊ ലോക സുന്ദരി. ഞാൻ നേരത്തെ ലോക സുന്ദരിയാ. ലോക സുന്ദരി. വലുതായി അങ്ങനെയാണ് നമ്മള് പരിപാടിക്ക് മേക്കപ്പ് ഇടുമ്പോ ഫുഡ് കഴിക്കുന്നത്. ഇങ്ങനെ എനിക്ക് പ്രോഗ്രാമിന് മുമ്പേ മേക്കപ്പ് ചെയ്തിട്ട് ഈ വെയിലത്ത് ഇറങ്ങുന്ന ഒട്ടും ഇഷ്ടമല്ലടി. അതെന്താടി? അതെനിക്ക് അറിയത്തില്ല, എനിക്കത് ഭയങ്കര. അപ്പൊ ഈ വാമ്പയർ പുറത്തിറങ്ങുമ്പോ വെയിലോടുന്ന് പറയാം തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുമ്പോ വരെ ചോര കുടിക്കുന്ന വാമ്പയേഴ്സ് ആണെന്ന് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് കുടിക്കുന്നത്. അതങ്ങനെ തൊരയായിരുന്നു. എടി നമ്മൾ എന്നും കഴിക്കുന്ന സ്ഥലത്ത് ആ ആന്റിക്ക് റിയന്റെ അടുത്ത് എന്തോ ഒരു താല്പര്യമുണ്ട്. നല്ല താല്പര്യമുണ്ട്. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും ഇവളുടെ അടുത്തൊന്ന് സംസാരിക്കും. അപ്പൊ ഇന്നലെ ആണെങ്കിൽ ഞാൻ കഞ്ഞി വെച്ചേ. അപ്പൊ ഇവൾക്ക് എന്ത് വേണം? കഞ്ഞി വേണം. അപ്പൊ ആദ്യം ബിരിയാണി പറഞ്ഞു. നീ പറയുന്നത് ആദ്യം ബിരിയാണി പറഞ്ഞേ. റിയ ആദ്യം ബിരിയാണി പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ കഞ്ഞി പറഞ്ഞു. അപ്പൊ അവൾക്കും കഞ്ഞി വേണം. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് കഞ്ഞി മതി. അപ്പൊ ആന്റി നിനക്ക് ബിരിയാണി മതി. അപ്പൊ ഇവിടെ അല്ല എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം, എനിക്ക് കഞ്ഞി മതി. അല്ല നീ ബിരിയാണി നല്ല ചൂട്. അപ്പൊ ഇവിടെ പറഞ്ഞ് നല്ല ചൂട് കഞ്ഞി കൂടെ നല്ല ചൂട് ബിരിയാണി തരാം. അപ്പൊ ഇവിടെ പറഞ്ഞ് വേണ്ട എനിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞേ. എന്നിട്ട് ഈ ആന്റി അകത്തു ഇവക്ക് ബിരിയാണി തന്നെ പറഞ്ഞു. ഇവിടെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഓർഡർ വന്നപ്പോ ഇവക്ക് ബിരിയാണി ആയി. ഓള് ആന്റി ലൈക്ക് ഞാൻ പറയും നീ അത് തിന്നാ മതി. ലാസ്റ്റ് അവളത് തിന്ന്. അതാ സിറ്റുവേഷൻ. അങ്ങനെയല്ല പ്രേമിക്കാൻ തോന്നുന്നില്ല. ഒന്നോട്ട് വെച്ചോ. അങ്ങനത്തെ സാധനം നിങ്ങൾക്കില്ല. ഇടൊന്ന് എടി ഇപ്പൊ നീ പെണ്ണല്ലേ, അപ്പൊ നിനക്ക് ഇപ്പൊ അല്ല ഇവിടെ എല്ലാരും എന്താ ഇങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതായത് നിത്തു ആണായിരുന്നെങ്കിൽ നല്ല അറിയാ ഞാൻ പറഞ്ഞേ. പക്ഷെ എടി അത് നീ ആണായി കഴിഞ്ഞാലല്ലേ നിനക്കത് മനസ്സിലാവും. ഇപ്പൊ നിനക്ക് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ എനിക്ക് ക്യാരക്ടർ ഇത് നിനക്ക് എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല, അത് നീ പറഞ്ഞിരുന്നേ. അങ്ങനല്ല, പ്രേമിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇല്ലേ? അത് നടക്കില്ല. എടി എന്താടി ഫ്രണ്ടായിട്ടുള്ള ക്വാളിറ്റിയെ നിനക്കുള്ളൂ. എടി എന്താടി അല്ല നിനക്ക് പ്രേമിക്കണമെങ്കിൽ നിന്റെ ക്വാളിറ്റി എന്തെല്ലാം ക്വാളിറ്റീസാ നീ ആഗ്രഹിക്കുന്നത്? എന്ത് ക്വാളിറ്റി വേണമെന്നാ? പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം കാണരുത്. പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം കാണിക്കരുതോ? കാണരുതാ പെണ്ണിനാ? ഞാൻ പ്രേമിക്കണ വേണ്ടി. നീ പെണ്ണിനാണോ? അപ്പൊ ആണായിരുന്നെങ്കിലല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും ക്ലിയർ ആയിട്ടില്ലടി. നീയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചാ? ഞാനല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നീ എന്നെ പറഞ്ഞതാ നീ ഒരാണായിരുന്നെങ്കിൽ നിനക്ക് പ്രേമിക്കാൻ എന്ത് ക്വാളിറ്റിയാ വേണ്ടേ? നിനക്ക് ഞാൻ പ്രേമിക്കാനുള്ള ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്ത് ക്വാളിറ്റിയാ വേണ്ടത്? എന്ത് ക്വാളിറ്റി? പെണ്ണാവരുത്. പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. പെണ്ണിന്റെ സ്വഭാവത്തിന് എന്തോ ഒരു കുറവ്. നിന്റെ സ്വഭാവം കാണില്ല. ഓള് നിന്നെ പറഞ്ഞു നിന്നെ പ്രേമിക്കാൻ തോന്നില്ല. എന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടം. ഇന്നത്തെ വ്ളോഗിൽ എല്ലാരും എന്നിട്ട് അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം നന്ദന TV മേക്കപ്പ് തീർത്തിരിക്കുന്നു ഗൈസ്. അല്ലടി പൊന്നൂന് കഞ്ഞി കൊടുക്കുന്ന വ്യാജന എല്ലാം നീ എന്നെ കുടിച്ചില്ലേ? എന്നിട്ട് എനിക്ക് മാത്രം നാരങ്ങ അച്ചാർ തുറന്നത് ഓർമ്മയില്ല. എനിക്ക് നീ നാരങ്ങ അച്ചാറല്ലേ തന്നെ. പൊന്നൂനോള് മാങ്ങ അച്ചാർ കൊടുത്ത് എനിക്ക് മാത്രം നാരങ്ങ അച്ചാർ. എടി എന്തോടി ഇവള് ബാക്കുന്ന പൊന്നു ഡ്രസ് മാറിയ അങ്ങോട്ടാകത്തില്ല. എടി ഇങ്ങോട്ടും ആക്കാതെ എന്റെ മാനം ഒന്നും പറയാനില്ല.
ഓ ബെൽറ്റ് അടിപൊളി. ഒരു തമിഴ് സ്റ്റൈല് ഡാൻസ് ആണ് ഇവിടെ കളിക്കുന്നത്. ഫോക്കല്ല, സോറി, സെമി ക്ലാസിക്കൽ. भैया रंगस्थान है उसमें विवेकानंद ब्लॉक നമ്മളെത്തി ഗൈസ്. ലേറ്റായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് മലയാളീസ് കഴിച്ചിരുന്നു. നല്ല കളക്ഷൻ ഉണ്ട്. സന്തോഷായില്ലേ കുട്ടിക്ക്? എന്നെ ഇങ്ങനെ എന്ത് കാണാനോ മേക്കപ്പ് ഇല്ലാതെ വന്നാലും ആ ചെക്കൻ പറഞ്ഞ കഥകളൊക്കെ തുടങ്ങി വേഗം വന്നു. അതാ പറഞ്ഞു വർഷങ്ങളായിട്ട് അതിനൊരു മാറ്റില്ല. മോഹിനിയാട്ടം ഡ്രസ് ഇട്ടാ മോഹിനിയാട്ടി. കഥകളി കളിക്കാൻ റെഡിയല്ലേ? എത്തി ഗൈസ്, നമ്മളെത്തി. Perform a beautiful dance for all of you. Please give a huge air of applause and cheers, hopefully. We want the energy to keep going throughout the evening. So yeah, please cheer up for her and welcome her with the whole heart. അടുത്ത പാട്ട് ഗൈസ്. ഗൈസ് ഇവിടെ മൊത്തം മലയാളികൾ. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ. അവിടെ ആദ്യമായിട്ടാണ് ഗൈസ് കോളേജിൽ ഇത്ര കളക്ഷൻ. ഗൈസ് എവിടെ എവിടെ അവരൊക്കെ മലയാളികളായി. നമ്മുടെ ക്ലാസ്സിലെ ബുജ്ജിയാണ് ഗൈസ് ഇത്. ലേർഡാണ് ഗൈസ്. മോഹിനിയാട്ടം ഡാൻസറാണ് ഗൈസ്. ബംഗാളിയാണ് ഗൈസ്. സാരല്ല പറു When did your exam get over? Exam's over. When did it get over? Because when I was there, you people were still. We have ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ഇംഗ്ലീഷ് മലയാളം അറിയാത്ത ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയാണ് ഗൈസ്. ഇപ്പൊ നിങ്ങൾ കണ്ടോളൂ. Because practical exams. എപ്പോഴും ഇംഗ്ലീഷ് പറയാറില്ല. ഞാൻ മാതൃഭാഷ സ്നേഹിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ മലയാളം മാത്രം സംസാരിക്കും. നമ്മൾ ഇംഗ്ലീഷ് വേണ്ടുന്ന സാഹചര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുമ്പോൾ ബാക്കി നമ്മൾ എന്താണ് നമ്മുടെ ജസ്റ്റേഴ്സിലൂടെ അതാണ് നമ്മൾ ഡാൻസ് പഠിക്കുന്നത്. മനസ്സിലാക്കും. പാർവതി സൈനിങ് ഓഫ്.
അതാണ് നമ്മൾ സ്പീഡിൽ സംസാരിക്കുമ്പോ നമ്മള് ഒരാളെ കുറ്റം പറയുകയാണെങ്കിൽ അതെ ശ്രീ Submitted your abstract. ഇവിടെയും ഒക്കെ പഠിത്തം മാത്രം. വ്ലോഗ് എടുക്കുമ്പോ അത് സംസാരിക്കാൻ കാണിച്ചത് മനസ്സിലായി. ശ്രീമോയ് എടി എനിക്ക് അതെ ശ്രീമോയ് പ്രസന്റ് അവർ ഓൺ ടോപ്പിക്. ഇംഗ്ലീഷ് വരും. But it has to come within the നമുക്കൊരു ബ്രേക്ക് തരുന്നില്ല ഈ ശ്രീമോയിനോട് സംസാരിക്കാൻ പാടും. ശ്രീമോയി, what you have to tell to our Malayali subscribers? Tell something in Malayalam, no, please. something in Malayalam. Yeah. something in Malayalam. Please, being a Mohiniyattam dancer, you have to. Oh, okay. Ruko. Wait No problem. Take your time. Ruko. Ruko matlab wait. പറഞ്ഞോ. ഇപ്പൊ പറയാം guys. These are subscribers. Yeah. Okay. Mohiniyattam is a very beautiful art എടാ form. മലയാളം In Malayalam. tell some one word in Malayalam. കുറച്ച് മലയാളം മനസ്സിലായി. എന്റെ മോനെ. Only this much. I know. And when you speak, I understand. Okay. ഒരു വേർഡും കൂടെ. One more word. Yeah. Oru word means one more word. That I know. ഒരു സെന്റൻസ്. ഫ്ലവർ. അറിയാടി. One word I can, but not sentence. റെയിൻ. നമ്മളെ പറ്റിച്ച് കഴിച്ചു. ഇനി ഇവരെ മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മഴ. ഓക്കെ. എടി ഐസ്ക്രീം. Road. കുന്തം വാങ്ങി തരും നിനക്ക്. ത്രോട്ട് പെയിൻ അല്ലേ? ഇനി എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ത്രോട്ട് പെയിൻ. ബൈ ഹർ ഐസ്ക്രീം. ത്രോട്ട് ഇൻഫെക്ഷൻ. നമുക്ക് അവിടെ നിന്ന് മറ്റേ സോഫ്റ്റ് എങ്ങോട്ടാ? ഒരു ടീയും ഇല്ല, ഒന്നുമില്ല. ആ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ. ഒരു ഐസ്ക്രീം ഇല്ല, നമുക്ക് പോവാന്ന് പറ. ഇല്ല സോഫ്റ്റ്. സാരല്ലേ സാർ. Even you sang really good. Yeah, me struggling to sing was good. No, it was good. You didn't hear the cheer from Tamil? Only my cheer came. Cheers with ice cream. ഓ തുറക്കണല്ലേ ശ്രീമോയുടെ ഓരോ കാര്യമേ. I can't sacrifice ice creams. എങ്ങനെയുണ്ട്? അടിപൊളി. 4 days of good holiday. Sleep, eat. ഗൈസ്, എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുന്ന ഒരു അടിപൊളി ദിവസമായിരുന്നു. നമ്മള് പൊന്നൂന്റെ ഡാൻസ് കണ്ടു. പിന്നെ കോളേജില് രാത്രി അയ്യോ കോളേജില് നൈറ്റ് ലൈഫ് ഒക്കെ അടിപൊളിയാണ്. Night life is usually very boring. There is some event, that's why it's ചുമ്മാ പ്രൊമോട്ട് it will ഒരാവശ്യമില്ലായിരുന്നു. No, I'll tell you, it feels like a haunted place after 6:37. കൂടെ കൂട്ടിയതാണ്. ഓക്കെ ഗൈസ്, ഇവൾ ഇതൊക്കെയാണ് പറയുന്നത്. നൈറ്റ് ലൈഫ് ഇന്ന് അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒക്കെ കാണുന്നത് അല്ലേ? ആദ്യമായിട്ടല്ല. അല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തളർന്നിരിക്കുന്ന ചെയ്യാൻ പറ്റില്ല. സംഭവം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പൊന്നൂന്റെ ഡാൻസിന് ഫാൻസായി ഗൈസ്, ഇവിടെ ഫാൻസായി. ആ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. എത്ര പേര് നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും വന്ന് കൈ കൊടുക്കുന്നു. കൺഗ്രാജുലേറ്റ്. ഒരു സുന്ദരിയായിരുന്നു ഗൈസ്. ലോകസുന്ദരിയായിരുന്നു ഗൈസ്. അപ്പം വീണ്ടും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു കട്ടുകൂടെ. ഇനിയും എന്റെ ചാനൽ നിങ്ങൾ എപ്പോഴും വന്ന് കാണും. കണ്ടതിന് ഒരുപാട് നന്ദി. നമസ്കാരം. ബൈ 5 6 7 ബൈ.